സി ആപ്പിൾ ഇപ്പോൾ ദേ ഏതാണ്ട് വിപ്രോ എൻ്റർപ്രൈസസുമായിട്ടും ലക്ഷ്മി മെഷീൻ വർക്സുമായിട്ട് ടോക്ക് ചെയ്തു എന്നുള്ളതാണ്. അതായത് അവരെ ഒരു ഇത് ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള അവർ കമ്പനീസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് പ്രസ്സിൽ നിന്ന് മീഡിയയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. LMW അതിനകത്ത് വിപ്രോനെ ഞാൻ മാറ്റി വയ്ക്കാം. കാര്യം വിപ്രോനെ കുറിച്ച് നമ്മൾ ആരും പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം വിപ്രോയ്ക്ക് തന്നെ എസ്റ്റാബ്ലിഷ് കമ്പനി. അപ്പോൾ വിപ്രോ എൻ്റർപ്രൈസസിന് 2 സബ്സിഡറീസ് ഉണ്ട്. വിപ്രോ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. രണ്ടാമത് വിപ്രോ കൺസ്യൂമർ കെയർ. ഈ കൺസ്യൂമർ കെയറിൽ കൂടുതലും ഫാൻ ഉണ്ടാക്കുക, ലൈറ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്നാൽ വിപ്രോ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഹൈഡ്രോളിക്സ്, എയറോസ്പേസ്, ഓട്ടോമേഷനിലൊക്കെ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ എഞ്ചിനീയറിംഗ് കമ്പനി ആയിട്ടാണ്, അതായത് ഈ ആ വിപ്രോ എൻ്റർപ്രൈസസ് ആയിട്ടാണ് ആപ്പിൾ സംസാരിച്ചിരിക്കുന്നത് ഒരു കാര്യം. ഇപ്പോൾ വിപ്രോനെ നമുക്ക് മാറ്റി വയ്ക്കാം, കാര്യം അതൊരു ഫേമസ് കമ്പനിയാണ്. LMW അതായത് ലക്ഷ്മി മെഷീൻ വർക്ക്സ്. ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ഒന്നും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അധികം സംസാരിക്കാത്ത സ്റ്റോക്കോ ബിസിനസ്സുകളാണ്. നമ്മളെപ്പോൾ നോക്കിയാലും ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ഡിക്സൺ, അല്ലെങ്കിൽ ഈ ബജാജ് കമ്പനീസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സും, SBI, PSU, ഡിഫൻസ് സ്റ്റോക്സ് ഒക്കെ ഉള്ള സമയം. ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ ലക്ഷ്മി ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. ഈ കോയമ്പത്തൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ പ്രത്യേകത എന്നറിയോ? നമ്മൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നമ്മൾ ഈ തീർച്ചയായിട്ടും നമ്മൾ ഈ ജോമോന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുണ്ട്. ഈ മലയാള സിനിമയിൽ തിരുപ്പൂരിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് കാണിക്കുന്നത് അല്ലേ. അതിനകത്ത് പല മെഷീൻസും കാണിക്കുന്നത് ഈ ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം. അപ്പോൾ LMW എന്ന് പറയുന്ന കമ്പനിയുടെ ആ പ്രസിഷൻ എഞ്ചിനീയറിംഗ്, അതായത് അവരിത് മാത്രമല്ല കേട്ടോ, എയറോസ്പേസിനും കൂടി ചില ഫൗണ്ടറി പരിപാടികളും ഒക്കെ അവർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. ആ ലക്ഷ്മി മെഷീൻസ് വർക്ക്സ് ആയിട്ടും ആപ്പിൾ സംസാരിച്ചു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. വളരെ സൈസ് കുറഞ്ഞ ക്ലാസിക് കമ്പനിയാണ് ഈ എന്താ പറയുക ലക്ഷ്മി മെഷീൻ വർക്ക്സ് എന്ന്. ഈ കോയമ്പത്തൂരിൽ നിന്ന് തന്നെ 1-2 നല്ല കമ്പനി ഉണ്ട് കേട്ടോ. LG എക്യുപ്മെന്റ്സ് എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പേ 10-14% കയറിയ സ്റ്റോക്കാണ്. ഇപ്പോൾ LMWന്റെ സ്റ്റോക്ക് പ്രൈസ് എന്താണെന്നോ ടെക്നിക്കലൊന്നും നമുക്കറിയില്ല. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല, നമ്മളിത് സോളിസിറ്റ് ചെയ്യാൻ പറഞ്ഞതുമല്ല. ബട്ട് അങ്ങനെയൊക്കെയുള്ള കമ്പനീസും ന്യൂസസും ഒക്കെ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയും ഇന്ത്യൻ ബിസിനസ്സുകളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ന്യൂസ് ഉള്ളപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ന്യൂസിൽ ചെന്ന് പെടാതിരിക്കുക. ലക്ഷ്മി മെഷീൻ വർക്ക്സ് നമ്മളൊരു സ്റ്റോക്ക് ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് എന്നുള്ള രീതിയിലല്ല നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച്. ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും ഒരു സ്റ്റോക്സും അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകളും നിങ്ങളൊരു അഡ്വൈസോ റെക്കമെൻഡേഷനോ ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റോ സെബി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിൻ്റെ നിങ്ങൾ നിങ്ങൾ അഡ്വൈസ് സ്വീകരിച്ചു പോവുക. ഇത് നമ്മൾ എക്സാമ്പിൾ പർപ്പസസിനും ഇല്ലസ്ട്രേറ്റീവ് ആയിട്ട് അക്കാഡമിക് കാര്യങ്ങൾക്കും വേണ്ടി മാത്രം നിങ്ങളടുത്ത് പറയുകയാണ്. അതിൻ്റെ സമ്മറി ഇതാണ്: നമ്മൾ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ചെന്ന് പെടാതെ റിയൽ ആയിട്ട് വന്ന ന്യൂസുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ അറിയിച്ചത്. ഏതായാലും ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബിസിനസ് മോഡൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടെക്നിക്കൽ സൈഡ് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഏതായാലും ആനന്ദിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ആനന്ദല്ലേ, ലക്ഷ്മി മെഷീൻ വർക്ക്സിൻ്റെ ഒരു ടെക്നിക്കൽ ലെവൽ എങ്ങനെയാണ്? നിലവിൽ ഒരു നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പൊതുവെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ആനന്ദ് നോക്കി കാണുന്നത്? സോ അല്ല, നമ്മൾ LMW നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഹൈലി ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സ്റ്റോക്കാണ്. മോസ്റ്റ്ലി മോസ്റ്റ്ലി സർക്യൂട്ടുകൾ അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ് നിലവിൽ LMW നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നിലവിൽ തന്നെ ഏകദേശം അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15,970 ആണ്. എത്രത്തോളം ഹൈ പ്രൈസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ സ്റ്റോക്കിൽ അധികം ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റോക്കിൽ. സോ നിലവിൽ നോക്കുകയാണെങ്കിൽ അതിനൊരു അണ്ടർടോൺ നമുക്കൊരു ബെയറിഷ് അല്ല, നമുക്കൊരു ബട്ട് സ്റ്റിൽ ഒരു ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. അതായത് ഒരു സൈഡ് വേസ് ട്രെൻഡിലാണ് നിലവിൽ LMW എന്ന് പറയുന്ന സ്റ്റോക്ക് ഉള്ളത്. അതായത് നിലവിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണിലാണ് LMW എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 15,970 rupees എന്ന് പറയുന്നത്. അതായത് ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു അറൗണ്ട് 16% താഴെയാണ് നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് അതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആയിട്ടുള്ള 13,600 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ഒരു സ്ലൈറ്റ് റിവേഴ്സൽ മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിഡൻസ് ലെവലിൽ നിന്ന് സെൽ ഓഫ് നടത്തി. ആൻഡ് നമ്മൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് തൊട്ട് മുമ്പുള്ള ഒരു ബിൽട്ടപ്പ് പോലെയാണ് നിലവിൽ LMWൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 16,162 എന്ന് പറയുന്ന ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വളരെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഏകദേശം ഒരു 16,500 ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 17,800 എന്ന് പറയുന്ന ലെവലാണ്. അതായത്
16,500 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് അറൗണ്ട് ഒരു 7.7% ഒരു വളരെ അഗ്രസീവ് മൂവ്മെൻറ്റ് നമുക്ക് LMW നമുക്ക് എക്സ്പെക്ട് ചെയ്യും. അത് ഈ ഒരു മൂവ്മെൻറ്റ് മോസ്റ്റ്ലി ഒരു 4 days അല്ലെങ്കിൽ 5 daysൻ്റെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു 7% മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്ക് അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ് 18,686 എന്ന് പറയുന്ന ലെവലാണ്.